പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ വാരാണസിയിലെത്തും. 2200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. രാവിലെ 11 മണിയോടെ വാരാണസിയിലെത്തുന്ന അദ്ദേഹം പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി നന്ദഗോപൻ വീണ്ടും ചേരുന്നു. നന്ദഗോപൻ, ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാജ്യത്തെമ്പാടും ഓടി നടന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് നരേന്ദ്രമോദി. ഇതിപ്പോൾ വാരാണസിയിലേക്ക് വരുന്നു. അവിടെ വലിയ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു. എന്തൊക്കെയാണ് പദ്ധതികൾ? 2200 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വാരാണസിയിൽ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടിയിലും അതേപോലെ തന്നെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവുമാണ് ഇപ്പോൾ വാരാണസിയിൽ നടക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. വാരാണസിയിൽ പ്രധാനമന്ത്രി ഒരു പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. മാത്രമല്ല, വാരാണസി എന്നുള്ളത് നമുക്കറിയാം ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമാണ്. നേരത്തെ വാരാണസിയുടെ ഒരു സ്ഥിതി എന്നുള്ളത് വളരെ പരിതാപകരമായിരുന്നു. അവിടെ എത്തുന്ന ഭക്തർക്ക് നടക്കുവാൻ, വൃത്തിയായ സ്ഥലത്തു കൂടി നടക്കുവാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമായിരുന്നു. വളരെ രീതിയിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമായിരുന്നു വാരണാസി എന്നുള്ളത്. മാത്രമല്ല, നമുക്കറിയാം വാരണാസിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് അത് കൂടുതൽ ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് സംസ്കരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഈ പൂർണ്ണമായും സംസ്കരിക്കപ്പെടാത്ത മൃതദേഹങ്ങളും മറ്റും ഗംഗയിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ വാരണാസിയുടെ മുഖം തന്നെ മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ആത്മീയ തലസ്ഥാനം എന്നുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ വാരണാസി എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ 880 കോടിയുടെ അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്കൽ വർക്കുകളാണ് വാരണാസിയിൽ ഉടനീളം അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്കൽ ലൈനിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പദ്ധതികൾ, ഒപ്പം തന്നെ വിവിധ സിറ്റി സെൻറ്ററുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികളടക്കം ഒരുക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ഗംഗയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ഗംഗയുടെ പടവുകൾ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ പടവുകൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ, ഒപ്പം തന്നെ 47 റൂറൽ കുടിവെള്ള പദ്ധതികളാണ് ജൽജീവൻ മിഷന് കീഴിൽ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ വിവിധ സ്കൂളുകളിലെ ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ പുതിയ ലൈബ്രറികൾ, ഒപ്പം തന്നെ കോടതി സമുച്ചയങ്ങളടക്കം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് വേണ്ട സജ്ജീകരണങ്ങളടക്കം അതിനുവേണ്ട ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. CT സ്കാൻ സെൻ്ററുകൾ, MRI സെൻ്ററുകൾ, അതേപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിന് വേണ്ട ആവശ്യമായ സെൻ്ററുകളടക്കം ഇന്നിപ്പോൾ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പെടുന്നു. വാരണാസി എന്നുള്ളത് നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. വാരണാസിയിൽ അദ്ദേഹം എത്തിയതിൽ പിന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദി അവിടെ വാരണാസിയിൽ ലോക്സഭാ പ്രതിനിധിയായി എത്തിയതിൽ പിന്നെ വാരണാസിയുടെ മുഖം തന്നെ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുൻപ് വാരണാസിയിൽ, അതായത് UPA ഭരണകാലത്ത് വാരണാസിയിൽ പോയ ഭക്തജനങ്ങൾക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വാരണാസിയിലെത്തിയ ഭക്തജനങ്ങൾക്കും ആ വ്യത്യാസം വളരെ പ്രകടമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലേക്ക് വാരണാസി മാറിക്കഴിഞ്ഞു. വാരണാസിയുടെ അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃക നഗരം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനം എന്ന നിലയിൽ പുകൾപെട്ട ഈ വാരണാസി ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാ തരങ്ങളിലും ഉയരുകയാണ്. അത് കൂടുതൽ ശുഭകരമാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ 2200 കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. നന്ദഗോപൻ, ഈ പ്രധാനമന്ത്രിക്ക് വലിയ വരവേൽപ്പാണ് അവിടെ ഒരുക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം നന്ദഗോപനിലേക്ക് വീണ്ടും വരാം. നന്ദഗോപനിലേക്ക് വീണ്ടും. നന്ദഗോപൻ, ഇതിൽ സംഗീത പാതയൊരുക്കിയാകും നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ നഗരം സ്വീകരിക്കുക എന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ സംഗീത പാത?
വലിയ രീതിയിൽ, അതായത് വാരണാസി എന്നുള്ളത് ഈ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ് ഉത്തർപ്രദേശിൻ്റെ എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന് ഈ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ സംഗീത ആരാധനയോടുകൂടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളടക്കമാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയെ മണ്ഡലത്തിലേക്ക് ജനങ്ങൾ സ്വീകരിക്കുന്നത് വളരെ ആരവത്തോടെ വലിയ ആരാധനയോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 2200 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ഏറെയും പ്രയോജനം ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റമാണ് ഈ പദ്ധതികൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് CT സ്കാൻ, MRI സെൻ്ററുകളടക്കം നൽകുന്നു. അങ്ങനെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ കൂടി ഊന്നൽ നൽകിക്കൊണ്ട് ആ രീതിയിൽ കൂടി വാരണാസിയെ ഉയർത്തിയെടുക്കാൻ ഉതകുന്ന പദ്ധതികൾ കൂടി ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ ടൂറിസം മേഖലയിലും സമഗ്രമായ മാറ്റം ലക്ഷ്യം വെക്കുന്നു പല പദ്ധതികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടൂറിസം മേഖലയിലേക്ക് ഏതാണ്ട് 900 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ വാരണാസിയിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ വിവിധ പദ്ധതികളിൽ അർഹരായിട്ടുള്ളവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. പ്രധാനമന്ത്രിക്ക് വലിയ വരവേൽപ്പ് ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ വരവേൽപ്പിന് ഈ വാരണാസി ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതീവ സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ 53 വിദ്യാലയങ്ങൾക്ക്, നേരത്തെ വാരണാസിയിലെ വിദ്യാലയങ്ങൾ വിവിധ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയതായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാൻ സൗകര്യമില്ലാത്ത വിദ്യാലയങ്ങളായിരുന്നു ഈ മേഖലയിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചപ്പോൾ ഇന്നിപ്പോൾ അവിടെയെല്ലാം ഹൈടെക് സ്കൂളുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ 50 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ വാരാണസിയിലെത്തുകയാണ്. 2200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. പ്രധാന സേവകനെ സംഗീത പാതയൊരുക്കി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് വാരാണസി. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.